ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരും ദൈവത്താൽ അനുഗ്രഹീതരുമായ ദൈവമക്കളെ, സന്തോഷത്തോടൊരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം പറയാൻ കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ ഇന്നത്തെ ദിവസം ദൈവം നമുക്ക് അവസരം തരികയാണല്ലോ. പ്രത്യേകിച്ച് ഇന്ന് കർത്തൃദിവസമാണ്. ദൈവത്തെ ആരാധിക്കാനും മഹത്വപ്പെടുത്താനൊക്കെ നമ്മൾ വേർതിരിച്ചിരിക്കുന്ന ദിവസം. സന്തോഷത്തോടെ കൂട്ടായ്മകൾ ആചരിച്ച് പ്രാർത്ഥിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താൻ ഇന്നത്തെ ദിവസം എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ദൈവത്തെ സ്തുതിപ്പാൻ നാം എത്രത്തോളം കടപ്പെട്ടിരിക്കുന്നു എന്ന് നന്നായി ഞാൻ ബോധമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ നടത്തിപ്പുകൾക്ക്, അതും ജയോത്സവമായി നടത്തുന്നതിന് എൻ്റെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഒത്തിരി ദൈവത്തെ നന്ദിയോടെ, സ്തോത്രത്തോടും സ്തുതിയോടും മഹത്വത്തോടും പുകഴ്ചയോടും കൂടെ കർത്താവിന് മുഴുമഹത്വവും അർപ്പിച്ച് ആരാധിച്ചുകൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ആത്മീക ചിന്തയിലേക്ക് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കടപ്പാൻ ആഗ്രഹിക്കുകയാണ്. വളരെ വളരെ പരിചിതമായിരിക്കുന്ന ഒരു വേദപുസ്തക ചരിത്രത്തിലെ ഒരു കൊച്ചു വാചകം ദൈവസന്നിധിയിൽ രാവിലെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ ആ വാക്ക് തിരഞ്ഞെടുത്ത് ദൈവസന്നിധിയിൽ ധ്യാനിച്ച് 2 വാക്ക് അതിൽ നിന്ന് ദൈവമക്കളുടെ ധൈര്യത്തിനും ഉറപ്പിനും വേണ്ടി പറയാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 8-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരാട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരാട്ടിൻകുട്ടിയെ നോക്കിക്കോളും മോനെ എന്ന് അബ്രഹാം തൻ്റെ മകനോട് പറഞ്ഞു. ഇസഹാക്കും അബ്രഹാമും കൂടെ മോറിയാമലയിലേക്ക് ദൈവം പറഞ്ഞതനുസരിച്ച് ഇസഹാക്കിനെ യാഗം കഴിക്കണം എന്നാവശ്യപ്പെട്ടതനുസരിച്ച് അബ്രഹാം സാറയോട് പോലും പറയാതെ, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഇസഹാക്കിനെ അറിയിക്കാതെ മോറിയാമലയിലേക്ക് ഒരു കെട്ട് വിറക് ഇസഹാക്കിൻ്റെ ചുമലിൽ പിടിച്ചു കൊടുത്ത് കത്തിയും തീയുമൊക്കെ എടുത്ത് നേരെ മോറിയാമലയിലേക്ക് കയറിപ്പോകുന്ന ആ കാഴ്ച പ്രഭാഷണ വേദികളിലൊക്കെ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. നമ്മൾ വേദപുസ്തക പഠിതാക്കളായിരിക്കുന്ന ആളുകൾ ക്യാരക്ടർ സ്റ്റഡി സൺഡേ സ്കൂളിൽ പോലും വ്യക്തിപരമായി പഠിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. വളരെ വളരെ വേദപുസ്തക ചരിത്രത്തിലെ വ്യത്യസ്തമായിരിക്കുന്ന വിശ്വാസപ്രകടമാക്കുന്ന അബ്രഹാമിനെക്കുറിച്ച് ഏറ്റവും ദൈവം സർട്ടിഫൈ ചെയ്യത്തക്ക രീതിയിൽ വിശ്വാസം പ്രകടമായ ഒരു കർമ്മമണ്ഡലമാണ് മോറിയായുടെ മോളിൽ സംഭവിച്ച ഇസഹാക്കിനെ യാഗമർപ്പിക്കുന്ന ആ രംഗം. ദൈവത്തിന് വേണ്ടി എന്തും ചെയ്യാൻ, ദൈവത്തിന് എന്തും കൊടുക്കാൻ മനസ്സ് വെച്ച മാതൃകാ പുരുഷനായിരിക്കുന്ന വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന അബ്രഹാം. ആ ചരിത്രമൊക്കെ മുഴുവൻ നിങ്ങൾക്കറിയാലോ. ഇസഹാക്കും അബ്രഹാമും കൂടി ഒന്നിച്ച് നടന്ന് ആരാധനയ്ക്ക് വേണ്ടി, ദൈവത്തെ അനുസരിക്കാൻ വേണ്ടി മല കയറി പോകുമ്പോൾ ഇസഹാക്ക് ഒരു ചോദ്യം ചോദിക്കുന്നു. തീയും കത്തിയും വിറകുമൊക്കെ ഉണ്ട്, പക്ഷേ യാഗത്തിനുള്ള മൃഗത്തെ കാണുന്നില്ല. യാഗത്തിനുള്ള മൃഗം എവിടെ അപ്പാ എന്ന ചോദ്യത്തിന് 1 മിനിറ്റ് ഗ്യാപ്പില്ലാതെ, തെല്ലും കൂസലില്ലാതെ പെട്ടെന്ന് കരുതി വെച്ചിരുന്ന മറുപടി പോലെ പെട്ടെന്ന്, നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടോ? 7ഉം 8ഉം വാക്യങ്ങൾ ഒരുമിച്ച് വായിക്കണം. ഇസഹാക്ക് ചോദിച്ച് തീരുന്നതിനേക്കാൾ മുമ്പ് അബ്രഹാം തൻ്റെ വായിൽ നിന്ന് അടർന്ന് വീണ മറുപടിയാണത്. ആലോചിച്ച് പറഞ്ഞതല്ല. ചില മറുപടിയൊക്കെ നമ്മൾ വളരെ ചിന്തിച്ച്, അത് ശരിയാണല്ലോ, അത് ഞാൻ ഓർത്തില്ലല്ലോ, അയ്യോ അത് എന്തെങ്കിലും നടക്കും, ഇങ്ങനെയൊക്കെ പറയുന്ന മറുപടികൾ പലതും ആത്മീകത്തിൽ, വിശ്വാസത്തിൽ നമ്മുടെ പക്കലുണ്ട്. പക്ഷേ ഈ ചോദ്യം അപ്രതീക്ഷിതമാണ്. ചോദ്യകർത്താവായിരിക്കുന്ന മോൻ ഇസഹാക്കിനെ സമ്മതിക്കണം. കാരണം യാഗത്തിന് പോകുമ്പോൾ ഇതൊക്കെ ആവശ്യമാണെന്നുള്ള ബോധം ആ കൊച്ചന്, അവൻ്റെ പ്രായം എത്രയാണെങ്കിലും ഉണ്ടല്ലോ. അപ്പം ചോദിച്ചു, ആശങ്ക പുളകിതനായി ചോദിച്ച ചോദ്യത്തിന് തെല്ലും കൂസലില്ലാതെ, എന്നെ ഇന്ന് ഏറ്റവും അധികം ആ വാക്കാണ്, ഞാനിപ്പോൾ പറയുന്ന ഈ വാചകമാണ് പ്രധാനം. ഒട്ടും ആലോചിക്കാതെ, ഒട്ടും പിന്നെ തലച്ചോറ് ചകഞ്ഞ് തപ്പിയെടുക്കാതെ ചോദ്യം തീർന്ന വഴി മറുപടി പറഞ്ഞു.
അപ്പം ആ മനുഷ്യൻ്റെ അകത്ത് ഇസഹാക്കിന് യാഗം കഴിക്കാനൊക്കെ ദൈവം ആവശ്യപ്പെടുമ്പോഴും ഉള്ളത്തിൻ്റെ ഉള്ളിൽ ചങ്കുറപ്പോടെ ഇരുന്ന ഒരു സത്യമല്ലേ വാക്കുകളായി അടർന്ന് താഴേക്ക് പോകുന്നത്? അത് എന്താ പറഞ്ഞത്? ദൈവം നോക്കിക്കോളും. ഒറ്റ വാക്ക്, ദൈവം നോക്കിക്കോളും. ആട്ടിൻകുട്ടിയുടെ കാര്യം ദൈവം നോക്കിക്കോളും. യാഗമൃഗത്തിൻ്റെ കാര്യം ദൈവം നോക്കിക്കോളും. ഈ മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് ഇത് ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഉണ്ടാക്കിയ മറുപടിയല്ല. നമ്മൾ പല മറുപടിയും ഉണ്ടാക്കി പറയുന്നത്, ഉണ്ടായിരുന്ന മറുപടിയല്ല. ഞാൻ പറയുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിച്ചേക്കണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇപ്പം ഈ അബ്രഹാം മല കയറി പോകുന്നത് വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടെയാണെന്ന് ഞാനും വിശ്വസിക്കുന്നു. കാരണം മോനെ അർപ്പിക്കാൻ കാത്ത് ആറ്റ് നോറ്റിരുന്നൊരു മോനെ കിട്ടിയിട്ട് അവനെ വളർത്തി കൊതി തീരുന്നതിനേക്കാൾ മുമ്പ് അവനെ കൺകുളിർക്കെ അവനെ കണ്ടു തീരുന്നതിനേക്കാൾ മുമ്പ് യാഗം കഴിക്കാനല്ലേ പറയുന്നേ? അപ്പം ആ ചങ്കുവേദന, ആ നൊമ്പരം അപ്പന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. പക്ഷേ അങ്ങനെ മനസ്സിലാക്കുന്ന വേളയിലും ഈ അപ്പൻ്റെ ഹൃദയത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പെട്ടെന്ന് വീണത് ദൈവം നോക്കിക്കോളും, ദൈവം നോക്കിക്കോളും. ഞാൻ ഇന്ന് ഇത് വായിച്ചപ്പോൾ നമുക്കെല്ലാവർക്കും കൂടി ചിന്തിക്കാൻ, ഞാൻ നിങ്ങളോട് മാത്രം അടിച്ചേൽപ്പിക്കുകയല്ല, നമുക്കെല്ലാവർക്കും കൂടി ചിന്തിക്കാൻ, നമ്മൾ ഒത്തിരി ടെൻഷൻ അടിക്കുന്ന വിഷയമുണ്ടല്ലോ. നമ്മൾ ആരോടും പറയാതെ ഉള്ളി നീറിക്കൊണ്ട് നടക്കുന്ന വിഷയമുണ്ടല്ലോ. ഭാര്യ സാറയോട് പറയാത്ത, മോൻ ഇസഹാക്കിനോട് പറയാത്ത, താഴെ കൂടെ സന്തത സഹചാരിയായി നിന്ന, ചിലപ്പോൾ എലയാസറും കാണും ബാല്യക്കാരുടെ കൂടെ, എനിക്കറിയില്ല, അവരോട് ആരോടും പറയാത്ത വേദന. അതിൻ്റെ ഒരു പരിഹാരം നിങ്ങളുടെ തല പുകഞ്ഞാലോചിച്ച് കണ്ടുപിടിക്കേണ്ട മറുപടിയല്ല. നിൻ്റെ ഉള്ളിൽ ആ മറുപടി ഉണ്ടായിരിക്കണം. എന്താണ് മറുപടി? ദൈവം നോക്കിക്കോളും. ചുമ്മാ ഒരു ഫാഷനായിട്ട് പറയുകയല്ല, ഒരു ശൈലിയായിട്ട് അവതരിപ്പിക്കുകയല്ല. നിശ്ചയമായിട്ടും നിങ്ങളുടെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ ഉറക്കത്തിൽ ചോദിച്ചാലും പറയണം, ദൈവം നോക്കിക്കോളും. നീ ഇങ്ങനെയൊക്കെ എന്ന് ഈ പ്രാർത്ഥനയും ദൈവത്തെ വിശ്വസിച്ചാൽ എങ്ങനെ കാര്യം നടക്കും? പിന്നെ അത് ഞരങ്ങിയും പുളി എന്തെങ്കിലും ദൈവം ചെയ്യാതിരിക്കില്ല. അങ്ങനെയൊന്നും അല്ല മറുപടി. വിശ്വാസത്തിൻ്റെ മറുപടി അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഉണ്ടാക്കുന്ന മറുപടിയല്ല, ആലോചിച്ച് ചകഞ്ഞെടുക്കുന്ന മറുപടിയല്ല, 3 കൊല്ലം പോയിരുന്ന് പഠിച്ച് നേടിയെടുക്കുന്ന മറുപടിയല്ല, ആരോടെങ്കിലും ചോദിച്ച് കണ്ടെത്തുന്ന മറുപടിയല്ല. ഇങ്ങനെയൊക്കെ മറുപടികൾ കണ്ടെത്തുന്നവരാണ് നമ്മൾ. എന്നെപ്പോലത്തൊരു ദൈവദാസനോട് ചോദിക്കുക, ഞാൻ എന്ത് ചെയ്യണം പാസ്റ്റർ, എനിക്കറിയില്ല. അപ്പം ഞാനൊരു മറുപടി നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ നിന്ന് എൻ്റെ പരിജ്ഞാനത്തിനൊക്കെ ആ മറുപടി നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നു. നിങ്ങൾ വളരെ ആലോചിക്കുന്നു, ബുദ്ധിപരമായിട്ട് 2-3 ദിവസം ആലോചിച്ചൊരു മറുപടി കണ്ടെത്തുന്നു. അതെന്നിട്ട് പറയുന്നു 2 ദിവസം കഴിഞ്ഞിട്ട് പറയാട്ടോ എന്ന് പറഞ്ഞതിന് ആലോചിച്ച് മറുപടി ഉണ്ടാക്കാനാ. ഇതങ്ങനെ ഒന്നുമല്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ നല്ല ഞായറാഴ്ച എൻ്റെ ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ ബുദ്ധിയുടെ മൂശയിൽ ഓംലേറ്റ് ഉണ്ടാക്കുന്നത് പോലെ വറുത്ത് പൊരിച്ച് കരിച്ച് ഒരു മറുപടി ഉണ്ടാക്കി വെച്ച് അതിനെ ശങ്കിച്ചും സംശയിച്ചും ഒന്നുമല്ല. നിനക്ക് ദൈവത്തെ വിശ്വാസം ഉണ്ടെങ്കിൽ ചോദ്യം വരുന്നതിനേക്കാൾ മുമ്പ് പറയാൻ പറ്റിയ മറുപടി അത്രയ്ക്ക് ഫെയ്ത്ത്ഫുള്ളാണ്. വിശ്വാസത്തിൻ്റെ ഉറപ്പാണ് ആ കാണുന്നത്. ദൈവം കരുതിക്കോളൂ. എത്ര കൂളാണ്. എന്നിട്ട് എന്തോ ഉണ്ടായി, ദൈവം കരുതി, അത്രേ ഉള്ളൂ. ഞാൻ പറയാം, പുകഞ്ഞിരിക്കുന്ന വിഷയങ്ങൾക്ക് ഒന്ന് മൈൻഡ് ഫ്രീ ആക്കാമോ? ദൈവം കരുതിക്കോളും എന്ന് വലിയ ടെമ്പറിലൊന്നുമല്ല, നെടുവീർപ്പിട്ടുകൊണ്ടല്ല. ദൈവം കരുതുമായിരിക്കും മോനെ, ദൈവമല്ലേ എന്തെങ്കിലും ചെയ്യും, ആ സ്റ്റൈലല്ലെന്നേ. എനിക്കത് പറഞ്ഞങ്ങ് ഫലിപ്പിക്കാൻ പറ്റുന്നോന്ന് എനിക്കറിയില്ല. ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഫലിപ്പിക്കാൻ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, വളരെ ഭംഗി. ചില കാര്യങ്ങൾ നമുക്കത് ബോധിപ്പിക്കാൻ, ഇത് ബോധിപ്പിക്കാൻ പാടുപെടുന്നു. പക്ഷേ ഞാൻ നിങ്ങൾ ചിലരോട് പറയുന്നു, വളരെ കൂളാവ്, ദൈവം നോക്കിക്കോളും. ദൈവം നോക്കേണ്ട കാര്യങ്ങളിൽ നമ്മൾ കയറി തലയിടരുത്, നമ്മൾ നോക്കി നടക്കരുത്. ദൈവം നോക്കും. ദൈവത്തിൻ്റെ കണ്ണും ദൈവത്തിൻ്റെ നോട്ടമൊക്കെ എത്ര വലുതാ. നിൻ്റെ കൊച്ചു കണ്ണുകൊണ്ട്, അതും പകുതി കാഴ്ചയുള്ള കണ്ണുകൊണ്ട് എന്നെ നോക്കിയിട്ട് കാണാൻ ദൈവം നോക്കിക്കോളും. ഞാൻ ഒരു 500 പ്രാവശ്യം പറയുക,
ദൈവം നോക്കിക്കോളും. ഇന്നത്തെ ഞായറാഴ്ച മുഴുവൻ പള്ളിയിൽ പോയിരിക്കുമ്പോൾ, യോഗത്തിന് പോയിരിക്കുമ്പോൾ, നടക്കുമ്പോൾ, വണ്ടി ഓടിക്കുമ്പോൾ എല്ലാം ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസമാണ്. ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കണം. ദൈവം നോക്കിക്കോളും. ദൈവം നോക്കിക്കോളും. മനസാക്ഷിയോട് പറ, മക്കളോട് പറ, നിങ്ങളുടെ മരുമക്കളോട് പറ, നിങ്ങളുടെ ജീവിത പങ്കാളിയോട് പറ, നിങ്ങളെ വിഷമിപ്പിക്കുന്നവരോട് പറ. ദൈവം നോക്കിക്കോളും. അത് ഞാനിന്ന് പറഞ്ഞു തന്നതുകൊണ്ടല്ല, നിങ്ങളുടെ മനസ്സിനകത്ത് ആ സെറ്റിൽമെൻറ്റ് ഉണ്ടാവണം. ദൈവം നോക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ കയറി നോക്കരുത്. നീ ആ മല കയറ്, കുത്തനെയുള്ള മല കയറ്, തൻ്റെ ഇടമായിട്ട് അടുത്ത് ചൂട് വയ്ക്ക്. ദൈവം നോക്കിക്കോളും. അങ്ങ് ചെല്ലട്ടെ, മുകളിലേക്ക് എത്തട്ടെ, ദൈവം നോക്കിക്കോളും. ചെല്ലേണ്ടടുത്ത് ചെല്ല്, ദൈവം നോക്കിക്കോളും. ദൈവം നോക്കിക്കോളും. എനിക്കതിക്കുള്ളൊന്നും എന്ന് പറയാനില്ല. ദൈവം നോക്കിക്കോളും. വീണ്ടും ഞാൻ പറയുന്നു, ദൈവം നോക്കിക്കോളും. മോളുടെ കാര്യം, മോൻ്റെ കാര്യം, കടം വീടുന്ന കാര്യം, നാണക്കേട് ഒഴിവാകുന്ന കാര്യം, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ ആഴ്ച, ഈ ഒക്ടോബർ തീരുന്നതിനൊക്കെ മുമ്പ് സമാധാനത്തോടെ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട കാര്യം ദൈവം നോക്കിക്കോളും. നിങ്ങൾ ദൈവവൈതലല്ലേ, ദൈവം നോക്കിക്കോളും. പ്രാർത്ഥിക്കാം ഇനി. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വളരെ പഴക്കമുള്ള ചിന്തയിലെ ഒരു കൊച്ചു വാചകം ഇന്ന് എന്നെ ശരിക്കും ഉലയ്ക്കുന്നുണ്ട്. ഞാനത് ആത്മാർത്ഥമായി എൻ്റെ കേൾവിക്കാരോട് പറയുന്നു. എൻ്റെ അപ്പച്ച, അങ്ങ് നോക്കിക്കോളും. അതിൽ തർക്കമില്ല. അങ്ങ് നോക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ കയറി നോക്കി വല്ലാതെ ആക്കി കളയാനിടയാക്കരുത്. ഞങ്ങൾ അടുത്ത സ്റ്റെപ്പുകൾ വയ്ക്കുക. മുകളിലേക്ക് കയറുക, താഴേക്ക് ഇറങ്ങുകയല്ല. മുകളിൽ ചെല്ലുമ്പോഴേക്കും ദൈവം നോക്കിക്കോളും. ഞാനത് വിശ്വാസത്തോടെ നിൻ്റെ മക്കൾക്ക് കൈമാറുന്നു. ഈ മാസം തീരുന്നതിനേക്കാൾ മുമ്പ് അപ്പനും മോനും കൂടി തമ്മിപ്പറയണം. ദൈവം നോക്കി, ദൈവം കരുതി വെച്ചു, കാത്തുവെച്ചു, നമുക്ക് വേണ്ടി ദൈവം നോക്കി വെച്ചു എന്ന് പറയാനൊരു മറുപടി, ഒരനുഭവം ദൈവം തരണേ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.